വാട്ട്സ്ആപ്പ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞാനും എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സും കൂടി കാലിക്കറ്റ് ടു കാശ്മീർ വരെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ച് ട്രെയിനിലാണുള്ളത്. ഗായ്സ്, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മച്ചാൻ നിതിൻലാൽ ഉണ്ണി. പിന്നെ റിഷൽ, അർഷൽ, ഷംലാഖ്, പ്രണവ്, സ്വന്തം മച്ചാൻ സവാദ്. യോ, പിന്നെ നമ്മുടെ സ്വന്തം ഫസലു മച്ചാൻ. യോ 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 ഫസലോ. ഗായ്സ്, ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 2390 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇപ്പോൾ റെഡി ആഗ്ര സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ ഡൽഹി നിസാമുദ്ദീനിലാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. പക്ഷേ ലൊക്കേഷൻ കുറച്ച് സീനാണ്. ആർട്ടിഫിഷ്യൽ ഇറങ്ങേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ റിസ്ക് എടുക്കേണ്ട വിചാരിച്ച് നേരെ ഇവിടെ ഇറങ്ങി. ഇവിടുന്ന് ട്രാവൽ തുടങ്ങണം. നമ്മളെ ഫുൾ ടീംസ് അർഷാദ്, പ്രണവേട്ടൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും നേരെ ഇവിടുന്ന് ഒരു ടാക്സിക്കാരനെ കണ്ടിരിക്കണം. ഓലോട് ഇറക്കി തരാണെന്ന് ഓലെ കൂടെ പോകാം. ഈ 2 കിലോമീറ്റർ അവിടുന്ന് ടാക്സി പിടിച്ചു വന്നു. ഞങ്ങൾ കയറാൻ പോകുന്ന റൂമിൻ്റെ അവിടെയാണ്. റൂമിൽ കാര്യങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റാണെന്ന് പറയും. ചോദിച്ചാൽ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കയറണം. റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ പ്രണവ് സിയോയോ മാൻ. ഗായ്സ്, ഞങ്ങളിതാ അവിടുന്ന് റൂമിലെത്തി. റൂമിന് പെർ ഹെഡ് 200 ആണ് കൊടുത്തത്. അങ്ങനെ റൂമെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഒരു 2 ബാത്റൂം, പിന്നെ കുഴപ്പമില്ലാത്തൊരു ബെഡ്. ഇവിടെ നമ്മൾ 8 എടുക്കാനുള്ള ഡോർമെട്രി മാരുള്ള റൂമാണ്. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഡിന്നർ ഉച്ചക്കത്തെ ലഞ്ചാണ്. ലഞ്ചിന് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഉരുളക്കേക്ക് പൊരിച്ചത്, പിന്നെ കുറച്ച് റൈസ്, പപ്പടം കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്താ സാധനം? മറ്റെന്തായിരുന്നു? ഉരുളക്കേക്ക് ഫുള്ള് ഉരുളക്കേക്ക് വെച്ചുള്ള ഐറ്റംസിന്റെ കളികളാ. ആയിക്കോട്ടെ. അങ്ങനെ ഗായ്സ്, ഞങ്ങളിതാ അവിടുന്ന് റൂമിൽ നിന്നൊക്കെ ഫ്രഷൊക്കെ ആയി ഇറങ്ങി. ഇനി അടുത്ത് നമ്മൾ താജ്മഹൽ കാണാൻ പോവാണ്. താജ്മഹൽ ഇവിടുന്ന് ഒരു 5.8 കിലോമീറ്റർ ആണുള്ളത്. ഇനി അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. പോകുന്ന വഴിക്കുള്ള അവിടുത്തെ റോഡിൻ്റെ മുകളിലാണ്. റോഡിൻ്റെ മുകളിൽ തന്നെ കുറേ കാളകൾ, പശുകൾ, പോത്തുകൾ, എരുമകൾ എല്ലാം ഉണ്ട്. നല്ല തണുപ്പാട്ടോ അവിടെ, പ്രത്യേകിച്ച് പറയാണ്. റോഡിലെ പോലെ ഫുള്ള് സീനാക്കുന്നത് പോത്തുകള്. അയ്യാ, ഒരു പോത്ത് വായത്. ഇത് വെറൈറ്റി സ്ഥലം കേട്ടോ. ഇവിടുത്തെ പന്നി കുട്ടികൾ വായിന്ന്. ഈ എന്താ കാട്ടോർച്ച നമ്മളെ കേരളത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം അവിടെ മുഴുവൻ. ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഒരാൾക്ക് പെർ ഹെഡ് 20 റുപ്യാണ് പറയുന്നത് ഇവിടുന്ന് താജ്മഹലിലേക്ക്. ഇപ്പൊ ഞങ്ങൾ ഓട്ടോയിൽ എത്ര ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം താജ്മഹലിന്റെ മുമ്പിൽ അവിടെ എത്തിക്കണേ. ഇവിടെ ഇപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആധാറിന്റെ പ്രിന്റ് എടുക്കണോ, അതിന് വേണ്ടി കയറാൻ നിൽക്കാം. ഇത് താജ്മഹലിലെ ഗേറ്റ് ആണ് തോന്നുന്നത്. സംഭവം ഇങ്ങനെ ക്ലിയർ ആയില്ല. പുറമേന്ന് കാണാൻ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ. താജ്മഹലിന് മുമ്പിൽ തോന്നുന്നു. ഇവിടെ എടുത്ത് നമ്മളെ ഓട്ടോക്കാരൻ ഡ്രൈവർ പറഞ്ഞു പ്രിന്റ് എടുക്കാൻ ഇവിടുന്ന് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഗായ്സ്, നമുക്ക് ടിക്കറ്റ് കിട്ടി. പെർ ഹെഡ് 65 റുപ്യാണ് ഒരു പേഴ്സണ് വരുന്നത്. ഇനി താജ്മഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. ആ ബായ് എന്തോ പിച്ചും പേക്കും പറയുന്നുണ്ട്. അരെ ബായ് ജൽദി കരോ. താജ്മഹലിന്റെ ഗേറ്റിലെത്തി. ഇനി ഉള്ളോട്ട് കയറാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അതാ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറി. ഭയങ്കര വെറുപ്പിക്കലുണ്ട്. അപ്പാരെ വെറുപ്പിക്കലുണ്ട് നമ്മളെ ഗൈഡുകാരെ കൊണ്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തന്നി മാറി. അയ്യോ, വെറുപ്പിച്ച് കൊല്ലാട് ഗൈസ്. താങ്ക്സ് ബ്രോ. ഞങ്ങളിതാ താജ്മഹലിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. ഉള്ളിലോട്ട് കയറാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും നല്ലൊക്കെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം പക്ക ഫുൾ സെക്യൂരിറ്റി ആട്ടോ ഇവിടെ. രക്ഷയില്ല. ഭയങ്കര സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കീശയുള്ള ഗ്ലൗസ് വരെ ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത്. ഗായ്സ്, താജ്മഹലിൻ്റെ ഇനിയുണ്ട് ഒരു മെയിൻ ഗേറ്റ് കൂടി ഗായ്സ്. ഇത് എത്ര ഗേറ്റ് അറിയോ? താജ്മഹൽ ഇത് അതിൻ്റെ അപ്പുറത്താണ്. ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് ഇനിയും പോകണം. ഇവിടെ 4-5 ഗേറ്റ് ഉണ്ട് ഗായ്സ്. താജ്മഹലിൻ്റെ ഗേറ്റിലേക്ക് കയറുന്ന എൻട്രി ആണ്.
ഗായ്സ് നമ്മൾ താജ്മഹൽ കണ്ടു. അയ്യോ, ലോകാത്ഭുതത്തിലൊരു അത്ഭുതമായ നമ്മളെ താജ്മഹൽ. ഒരു രക്ഷയില്ല ഗായ്സ്, എന്ത് ഭംഗിയാണ് കാണാൻ. നേരത്തെ സൈഡിലതാ കുറേ പൂക്കൾ ഇങ്ങനെ വെച്ചിക്കണേ. പിന്നെ നമ്മളെ താജ്മഹലിൽ പോകുന്ന അവിടെ നദി, നമ്മൾ നേരെ മുമ്പിൽ നമ്മൾ താജ്മഹലും. അങ്ങനെ ഗായ്സ് നമ്മൾ നടന്ന് 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 ഉള്ളോട്ട് പോവുകയാണ്. നല്ല തണുത്ത കാറ്റാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഞാൻ രക്ഷ, അടിപൊളി വ്യൂ, അടിപൊളി പ്ലേസ്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റേജ് മേലുള്ള സംഭവമുണ്ട്. അവിടെ കയറിയിട്ട് നല്ല നല്ല കുറേ ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഗൈസ് നമ്മളും കയറി ആ സ്റ്റേജിന് മുകളിലോട്ടേക്ക്. അവിടുന്ന് കുറച്ച് പിക്സ് എടുക്കണം. നമ്മളെ മച്ചന്മാരെ അർഷാന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഗൈസ് നമ്മളിതപ്പം നേരെ താജ്മഹലിൻ്റെ മുമ്പിലാണുള്ളത്. താജ്മഹൽ ഇതാണ് ഗൈസ്. യോ ക്യാമറ തിന്നു നോക്കിക്കോളേ. ഗായ്സ് നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇറങ്ങി വന്ന്. പക്ഷേ ഞങ്ങളെല്ലാവരും വീഡിയോ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ കാണിക്കാൻ അങ്ങോട്ട് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അവിടെ ഫോണൊക്കെ കൊടുത്തിട്ട് പോയതായിരുന്നു, അതുകൊണ്ട് പറ്റിയില്ല. സോ സോറി ഗായ്സ്. പിന്നെ നേരെ റൂമിലേക്ക് പിടിക്കാനുള്ള പരിപാടിയിലാണ്. വരുമ്പോൾ ഓട്ടോയിലാണെങ്കിലും പോകുമ്പോൾ നമ്മളെല്ലാവരും വാക്ക് ചെയ്ത് പോകാനുള്ള പ്ലാനില്ല.